ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഫെമി മുനീർ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. തനി നാടൻ സ്റ്റൈലിലുള്ള ഈ ബീഫ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുഴുവൻ മല്ലി ഒന്ന് പൊടിച്ചിട്ടാണ് ചേർക്കുന്നത്. ഒന്ന് മിക്സിയുടെ ജാറിലൊന്ന് ക്രഷ് ചെയ്തിട്ട് മുഴുവൻ മല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ നമ്മൾ കുരുമുളകും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കുന്നത്. വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. പത്തിരിയുടെയും ചപ്പാത്തിയുടെയും കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ്. നോമ്പ് സമയത്തൊക്കെ നമുക്ക് പത്തിരിയുടെ കൂടെയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡിഷാണ്. അപ്പോൾ ഈ കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു കുക്കറിലേക്ക് സൺഫ്ലവർ ഓയിലാണെങ്കിൽ അത് ഉപയോഗിക്കാം. ഒരു 2 ബേ ലീഫ്, ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ട, ഒരു 4 ഏലക്ക, 4 ഗ്രാമ്പു ഇട്ട് കൊടുക്കണം. ഇനി നമ്മൾ പറഞ്ഞതുപോലെ 1 ടേബിൾ സ്പൂണ് മല്ലി ഒന്ന് ക്രഷ് ചെയ്തതും 2 ടീസ്പൂൺ നിറയെ കുരുമുളക് ക്രഷ് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 2 മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് ഈ മല്ലിയും കുരുമുളകും ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. മുഴുവൻ മല്ലിയാണ് ഞാനിവിടെ എടുത്തത്. ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി നമ്മൾ 3/4 കിലോ ബീഫാണ് എടുത്തത്. കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളമൊക്കെ മാറ്റിയതിന് ശേഷം നമുക്ക് ബീഫും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 3 മുതൽ 4 മിനിറ്റ് വരെ നമുക്ക് ബീഫ് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 4 വറ്റൽമുളക് ചെറുതായി മുറിച്ചിട്ടിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കണം. ഇനി 3 മീഡിയം സൈസിലുള്ള ഉള്ളിയും 3 തക്കാളിയും നീളത്തിലരിഞ്ഞതും ഒരു 2 പച്ചമുളക് നീളത്തിലരിഞ്ഞതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് എല്ലാം കൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ബീഫിൽ നമ്മൾ ഒട്ടും വെള്ളം ഇല്ലാതെയാണ് ബീഫ് നമ്മൾ ഇതിലേക്ക് ചേർത്തത്. ഇനി നമ്മൾ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കുക്കർ അടച്ച് നമുക്ക് ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം. ഇനി കുക്കറിൽ തന്നെ നമുക്കിത് വറ്റിച്ചെടുക്കാം. ഞാനിത് വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഗ്രേവി അടക്കം നമ്മൾ വെന്ത ബീഫ് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ മെയിനായിട്ട് ചേർക്കുന്നത് ഒരു 1/2 കപ്പ് തൈരാണ് ചേർക്കുന്നത്. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് തൈര് ചേർത്ത് കൊടുക്കണം. ഇനി വീണ്ടും ഒരു 2 മുതൽ 3 മിനിറ്റ് വരെ നമ്മളിത് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി റെഡിയായി. ഒരു നാടൻ സ്റ്റൈലിലുള്ള ഒരു ബീഫ് കറിയാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. പത്തിരിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബായ്. താങ്ക് യു. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.